സിനിമയുടെ കാര്യമായിരുന്നു പറഞ്ഞത്. പക്ഷെ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല, അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല എന്ന് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ഫീൽഡിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല, തീർച്ചയായിട്ടും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ലൈക്ക് ഡാൻസും അതും ഈ ഒരു ആർട്ടിസ്റ്റിക് സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പഠിക്കാൻ പോയി, അത് കഴിഞ്ഞു, ഇനി അറിയില്ല ഭാവിയിൽ ചിലപ്പോ നമ്മള്. പിന്നെ ലാലേട്ടന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വരണ്ടേ? അതെ. എന്റെ ദൈവമേ, അല്ലേ? അതെനിക്ക് കുറെ നാൾ മുന്നേ ഉള്ള ഒരെണ്ണത്തിൽ ഞാൻ കണ്ടിരുന്നു. ആരുടെ കൂടെ അഭിനയിക്കണം ചോദിച്ചപ്പോ ലാലേട്ടന്റെ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവരൊക്കെ ആർക്കാ ഒരു ആഗ്രഹം ഇല്ലാത്തത് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും പൃഥ്വിരാജിന്റെയും കൂടെ ഒക്കെ അഭിനയിക്കാൻ. അതെ. പിന്നെ സായിച്ചേട്ടൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ബിന്ദു ചേച്ചിയേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ കണക്ട് ആയിട്ടുള്ള സായിച്ചേട്ടൻ്റെ അടുത്താണല്ലേ. എവിടെ പോയാലും വിളിച്ച് പറയും എന്ന് പറഞ്ഞു. അച്ഛൻ ഇടക്ക് വാസുവണ്ണനാവുന്നോണ്ടാണോ അത് പേടിച്ചിട്ട് വിളിച്ചു പറയാണ്? അല്ല, ഈ എന്താ പൊതുവെ കുറച്ചുകൂടി ശാന്തമായ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അച്ഛനാണ്. അത് മാത്രം, അത് എവിടെ പോയാലും അങ്ങനെ വിളിക്കും. അച്ഛൻ ത്രൂ അമ്മയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പ്ലാൻ ആണോ അത്? അതിന് എന്തെങ്കിലും ചെറിയ കളത്തരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അച്ഛനോടെ പറയുള്ളൂ, വഴി ഇങ്ങനെ അമ്മയോട് പൊക്കോളും. പൊതുവെ സായിച്ചേട്ടൻ എങ്ങനെയാ ഇപ്പൊ ഒരു കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോ ഒക്കെ? അധികം ഇപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ അധികം വഴക്ക് പറയോ അല്ലെ അധികം അതിനെ പറ്റി സംസാരിക്കാം ഒന്നുമില്ല. തോന്നുന്ന കാര്യങ്ങള് പറയേണ്ട രീതിയിൽ കുറച്ച് പറയുള്ളൂ. പക്ഷെ പറയുന്നതില് എന്തെങ്കിലും വഴക്കൊക്കെ പറയണേ അങ്ങനെ. പക്ഷെ പൊതുവെ വീട്ടില് ഭയങ്കര കാം പേഴ്സൺ. ഇപ്പൊ ഞാൻ ശരിക്കും ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സിനിമയുടെ ബേസ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ടാവുമല്ലോ കല്യാണിക്ക്. എന്തുകൊണ്ടാ ഇപ്പൊ വേണ്ടെന്നുള്ളൊരു ഡിസിഷൻ? ഇപ്പൊ വേണ്ടെന്നല്ല, ലൈക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിനെ ഉള്ളൂ. എനിക്ക് അറിയില്ലല്ലോ ഏതാണെന്നൊന്നും അറിയില്ല. ഉണ്ടെങ്കിൽ വരുമ്പോ കാണാം, അത്രയും സന്തോഷം. അപ്പൊ ചെയ്യാന്നുള്ളൊരു മൈൻഡില്. എന്നാലും ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോ അച്ഛനും അമ്മ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു ലൈക് ഒരു സിനിമാ ഫീൽഡിനെ ഒക്കെ കുറിച്ചിട്ട്? ഫീൽഡിനെ പറ്റി അങ്ങനെ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ വീട്ടിൽ തന്നെയല്ലേ രണ്ടുപേരും. അവരുടെ ഒരു മൂവി കഴിയുമ്പോ തന്നെ അവര് പറയുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെതായ ഉപദേശങ്ങൾ എപ്പോഴും അവര് പണ്ടും ഇന്നും എപ്പോഴും തരും. ഇവരെ രണ്ടുപേരും ചെയ്ത സിനിമകളിൽ ഇപ്പൊ ഏറ്റവും ഒരു ഇഷ്ടമുള്ള ക്യാരക്ടർ ഉണ്ടാവില്ലേ, അതേതായിരിക്കും? ഓൾ ടൈം ആണോ ഇപ്പൊ ഇറങ്ങിയതാണോ? ഓൾ ടൈം അമ്മയുടെ ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇത്. എനിക്ക് അമ്മയുടെ ജോക്കർ എന്ന് പറഞ്ഞ മൂവിയിലെ ദാറ്റ് ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. ലൈക്ക് അമ്മയുടെ ഏറ്റവും നല്ലൊരു പെർഫോം, ഏറ്റവും നല്ലതെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ അച്ഛൻ അങ്ങനത്തെ ഒരു സീരിയസ് റോൾ എടുത്തു പറയാൻ പറ്റില്ല, ഒരുപാട് ക്യാരക്ടർ ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് മൈ ബോസ് ഭയങ്കര ഇഷ്ടം. എന്താ അറിയില്ല, കുറച്ചുകൂടി റിയൽ ഫാദർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഈസ് ആക്ച്വലി ഹിം. അങ്ങനെയാണല്ലേ? ദാറ്റ് ഈസ് ആക്ച്വലി ഹിം. അങ്ങനെയാണ്. റിലാക്സേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആളാ. അതാണ് കറക്റ്റ് സായിച്ചേട്ടൻ. അതെ. വില്ലനാണെങ്കിൽ എനിക്ക് പടത്തിന്റെ പേരെന്തായിരുന്നു ദൈവമേ, ഭരചന്ദ്രൻ എപ്പിസോഡ് തോന്നുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ നടുക്കൊക്കെ പോയി കിടന്നുറങ്ങാറുണ്ടോ? ഞാൻ കിടന്നുറങ്ങൂല, പക്ഷെ അവരുടെ കൂടെ കിടക്കാറുണ്ട്. ഒരു സിനിമയൊക്കെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും വീട്ടില് സിനിമ കാണുന്നതും. പുതിയ സിനിമ നെറ്റ്ഫ്ലിക്സിലോ OTT പ്ലാറ്റ്ഫോമിലോ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു പടം കണ്ടു കഴിഞ്ഞ് ഇവരുടെ ഒരു വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ സിനിമയുടെ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. ആണല്ലേ? എല്ലാ സിനിമയും അങ്ങനെ ഒരു സംഭവം എപ്പോഴും പറയാം അവൻ നന്നായിരുന്നു, അത് കുറച്ചുകൂടി ഇതാ, അത് പറയണ കേൾക്കാൻ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോക്ക് കേൾക്കാൻ. അപ്പം മിണ്ടാതിരിക്കും. അതുകൊണ്ട് ഞാനൊരു സിനിമ ലൈക്ക് ഒരു ഇട്ട് കൊടുക്കും, എന്നിട്ട് ഞാൻ ചോദിക്കും അതിന്റെ ഏതാ നന്നായ, അത് കേൾക്കാനൊരു സുഖം. അപ്പൊ അത് സിനിമ കണ്ടുകഴിയുമ്പോ അങ്ങനെ ഒരു കോൺവെർസേഷൻ എപ്പോഴും ഉണ്ടാവും. അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സിനിമയെ പറ്റി സംസാരിക്കാനും ലൈക്ക് എനിക്ക് ഇവരുടെ കാര്യങ്ങൾ കുറെ കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ കഥകളൊക്കെ പറയുമായിരിക്കുമല്ലോ പണ്ടത്തെ സെറ്റില്, ഓരോ കഥകൾ. സെറ്റിലൊക്കെ പോവാറുണ്ടായിരുന്നു കല്യാണി? പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ പോയിക്കൂടായികയൊന്നുമില്ല, പോവുകയൊക്കെ ചെയ്യും. പോകും. പിന്നെ സായിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എല്ലാവരും പറഞ്ഞു നിങ്ങളെ കുത്തിപ്പൊക്കാമോ? അല്ല, ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ റീസെന്റ് ഇന്റർവ്യൂല് ഞാൻ ഇരുന്ന് കണ്ടപ്പോ ഫുൾ കല്യാണിയാ. അപ്പൊ അവര് പറഞ്ഞതിന്റെ മറുപടി നമുക്ക് കല്യാണിന്നാണല്ലോ കിട്ടണത്. അതെ, അപ്പൊ എനിക്ക് കല്യാണം കിട്ടുമ്പോ ഞാനത് ചോദിക്കണമല്ലോ. വീട്ടിലെ ഏറ്റവും വലിയ പിശുക്ക് കല്യാണിയാന്നാ പറയുന്നത്. അച്ഛാ പിശുക്കാണെന്നൊക്കെ പറഞ്ഞ അത് ഭയങ്കര എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പൊതുവെ അങ്ങനെയാണ്. അത് നല്ലതാണോ ചീത്തയാണോന്ന് സത്യം പറഞ്ഞാൽ പൊതുവെ ഞാൻ ഏതാണ്ട് എനിക്ക് സായിച്ചേട്ടൻ പറഞ്ഞപ്പോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞത് മറ്റേ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ
എവിടെ ഒരു 10 രൂപ കൊണ്ട് അയ്യോ ഇത്രയും രൂപയോ, ഇത് വേണ്ട, എന്നിട്ട് വീണ്ടും ബാക്ക് അടിച്ച കളയും. അത് അച്ഛൻ്റെ അമ്മയുടെയും പൈസ ആണെങ്കിലും ഇപ്പൊ എന്റെ കയ്യിൽ നിന്നുള്ള പൈസ ആണെങ്കിലും എല്ലാം നമുക്ക് എന്റെ കയ്യിൽ നിന്നുള്ള പൈസ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പിശുക്ക് കൂടുമല്ലോ. അതെ, നമ്മളുടെ ആണല്ലോ, നമ്മളുടെ അധ്വാനാണത്. 10 രൂപയാ. അതെ, ഓവർ പിശുക്കൊന്നും ഇല്ല കേട്ടോ. എനിക്ക് വേറൊരാൾക്ക് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചെയ്തു കൊടുക്കാനൊന്നും എനിക്ക് അല്ല, ഇത് ലൈക്ക് പിശുക്ക് മീൻസ് അങ്ങനെ ആയിരിക്കില്ല അവർ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ സേവ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ല. എനിക്കും ഉണ്ടാ സ്വഭാവം. എന്റേതായ എന്തെങ്കിലും മേടിക്കാൻ ഒരു ഇച്ചിരി മേടിച്ചെന്ന സന്തോഷം. ഓ, തന്നോളൂ. ഓക്കെ, വീട്ടില് അച്ഛൻ അമ്മ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴേക്കും വരുന്ന ലൈക്ക് കോമൺ ആയിട്ട് വരുന്ന കുറെ ഗസ്റ്റ് ഒക്കെ ഉണ്ടാവും. ലൈക്ക് ഇപ്പൊ നമ്മളുടെ സെലിബ്രിറ്റീസ് ഒക്കെ ആയിക്കോട്ടെ, എപ്പോഴും വീട്ടിലേക്ക് വരുന്ന ഒരു ഗസ്റ്റ് ആയിരുന്നു കല്യാണി ചെറുതിലേ തൊട്ട് കാണുന്നത്. അങ്ങനെ സെലിബ്രിറ്റീസ് ഇവര് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ എന്ത് സെലിബ്രിറ്റീസ് ആണെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇവരെ ഒരു ഷൂട്ട് ലൊക്കേഷനിൽ പോയി ഒരു പരിപാടിക്ക് പോവാ, എല്ലാരോടും സംസാരിച്ച് എല്ലാരോടും നല്ല, എന്നിട്ട് അങ്ങനെ അങ്ങ് വരും. നിങ്ങക്ക് കുറച്ചൊരു സ്പെൻഡ് ഒക്കെ ചെയ്ത് കുറച്ച് അവര് പോവാ, എല്ലാത്തിലും കൂടുക, തിരിച്ചു കോണ്ടാക്ട്സും അതെ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ആരെയും അങ്ങനെ എല്ലാരെയും കണ്ടിട്ടുണ്ട്, ഓരോരുത്തർ സ്ക്രിപ്റ്റ് പറയാനൊക്കെ വന്നിട്ടുണ്ട്. അതല്ലാണ്ട് ഒന്നിൽ കൂടുതൽ വന്ന ഒരാള് പറയാൻ എനിക്ക് അറിയില്ല. അല്ല, ലൈക്ക് എപ്പോഴെങ്കിലും അവരുടെ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ട് എപ്പോഴും ഒരാൾ, ഇപ്പൊ അച്ഛനും ആണെങ്കിലും അല്ലെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. ഞാൻ കോളിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഇന്നസെന്റ് അങ്കിളാണ്. എല്ലാ കാര്യത്തിലും എന്തുണ്ടെങ്കിലും വിളിച്ചു പറയേ, അതൊക്കെ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ശബ്ദം അദ്ദേഹത്തിന്റെയാണ്. ഇന്നസെന്റ് അങ്കിളുടെ കോളിൽ എപ്പോഴും ഞാൻ ചില സമയത്ത് വിളിക്കുമ്പോ ഒക്കെ ഞാൻ സ്പീക്കർ ഇട്ട് ഞാനും കേൾക്കാറുണ്ട്. ഭയങ്കര രസമാണ്, നമ്മളെ ഭയങ്കരമായിട്ടും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടോക്കായിരുന്നു. ഇന്നസെന്റ് അങ്കിളുടെ. ഇനിയിപ്പോ SH കോളേജിൽ ഇപ്പൊ ഓൾറെഡി വൈറലായ വീഡിയോ അറിയാലോ മഞ്ജു ചേച്ചിയുടെ കൂടെ. പക്ഷെ ആ മഞ്ജു ചേച്ചിയായിട്ട് നേരത്തെ ഒരു കണ്ട് നേരത്തെ പരിചയമൊക്കെ ഉണ്ടാവുമല്ലോ ഓൾറെഡി. എന്തായാലും മഞ്ജു ചേച്ചിയുടെ മോളും ഞാനും ഒരുമിച്ച് പഠിച്ചാണ്. ആണോ? ഞങ്ങള് 9th വരെ ഒരു സ്കൂളായിരുന്നു. ഞങ്ങള് മീനാക്ഷി നന്നായി ഡാൻസ് കളിക്കും. അപ്പൊ ഞങ്ങളൊക്കെ ഒരുമിച്ച് കോമ്പറ്റീഷൻ എത്രയോ വർഷം പോയി. മീനാക്ഷി ഇപ്പൊ റീസെന്റ് ഒരു റീലൊക്കെ ഇടണം. അപ്പോഴൊക്കെ ഞാനൊക്കെ ആലോചിച്ചു മീനാക്ഷിക്ക് ഇടയ്ക്ക് കളിച്ച് റീലൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് എല്ലാ കോമ്പറ്റീഷനും പോയിക്കൊണ്ടിരുന്നത്. 9th ആയപ്പോ 9th 10th ആണ് അവള് സ്കൂള് മാറി. സോ അതുവരെ ഞങ്ങള് ആനുവൽ ഡേ ഒക്കെ വരുമ്പോ ഞാൻ കാണാറുണ്ട് മഞ്ജു ചേച്ചി ഉണ്ടാവും, ദിലീപങ്കിളുണ്ടാവും. കൊറേ ലൈക്ക് ഒരു കൊറേ അല്ലെങ്കിൽ പോലും ഭയങ്കര കംഫർട്ട് സോണിൽ കുറെ നല്ല ഫ്രണ്ട്സ് കല്യാണിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ സോഷ്യൽ മീഡിയ കാണുന്നതല്ല ലൈഫ് എന്ന് അറിയാം. എന്നാൽ പോലും നമ്മള് കാണുമ്പോൾ ഉള്ള കാര്യം ചോദിക്കുക, ഒരുപാട് നല്ല കുറെ ഒരു ഫ്രണ്ട് സർക്കിൾ, കോമൺ ഫ്രണ്ട് സർക്കിൾ കുറെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സ്കൂളിലും ഉണ്ട്, ദൈവം സഹായിച്ച് സ്കൂളിലാണെങ്കിലും. പിന്നെ സ്കൂൾ ഫ്രണ്ട്സിന് പ്രത്യേകതയുണ്ട്. നമ്മൾ എത്രയൊക്കെ സ്കാറ്റേർഡ് ആയി പോയി എന്ന് പറഞ്ഞാലും വിളിച്ചു കഴിഞ്ഞാൽ അതേ ബോണ്ട് നമുക്ക് ഫീൽ ചെയ്യും. സ്കൂൾ ഫ്രണ്ട്സ് അങ്ങനെ. പക്ഷെ കോളേജിൽ എത്തിയപ്പോൾ കുറച്ചുകൂടി ഒരു ഫാമിലി കിട്ടി. കുറച്ചുകൂടി ഭയങ്കര എല്ലാവരും ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പാണ്, ബട്ട് സ്റ്റിൽ ദൈവം സഹിച്ച് അങ്ങനെ 2-3 പേര്. പക്ഷെ കല്യാണിക്ക് എപ്പോഴും ഇങ്ങനെ ലൈക്ക് ആ ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനും അതിൽ പ്രസന്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ലേ? തീർച്ചയായിട്ടും. എനിക്കങ്ങനെ എന്താ പറയാ, മടി പേടി അങ്ങനെ ഒരു സാധനം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടാവും. പക്ഷെ എന്നാലും ചില സാഹചര്യത്തിലുണ്ടാവും. എനിക്ക് ഡാൻസ് കളിക്കാൻ അങ്ങനെ പേടിയൊന്നും. പക്ഷെ അഭിനയം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇതുവരെ നോക്കിയിട്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതറിയാം. ഓക്കെ, ഇപ്പോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇതുപോലെ സായിച്ചേട്ടൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഭയങ്കര കോമഡി ആയിട്ട് പിന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ഓരോ കാര്യങ്ങളെ കേൾക്കുമ്പോഴാണ് കല്യാണം ഇങ്ങനെ വന്നിട്ടോ, നിങ്ങളിപ്പോ ഡിവോഴ്സ് ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോമഡി ആയിട്ട് അച്ഛനും അമ്മയെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു. അതൊക്കെ ലൈക്ക് അവരുടെ ആ ഒരു രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് പഠിച്ചതാണോ കല്യാണി? എന്താ പറയുക, ഇപ്പൊ ചെറുപ്പം തൊട്ടേ ലൈക്ക് കമന്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഈ ഫീൽഡ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലൈക്ക് ഞാൻ ആരെയും ലൈക്ക് ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ട് പറയുന്നതല്ല, ആർക്കും എല്ലാവരുടെ ഒപ്പീനിയൻ ഒരു എന്താ പറയാ ആരെയും നോക്കാണ്ട് ഇടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ഇടാൻ പാടില്ല നമുക്ക് പറയാനും പറ്റില്ല. നമ്മൾ എടുക്കേണ്ടത് എടുക്കുക പണ്ടേ ലൈക്ക്. പിന്നെ എനിക്ക് അത് അമ്മയ്ക്ക് പിന്നെയും ഒരു അമ്മ ചിലപ്പോ ഒരു കോമന്റ്സ് ഒക്കെ വായിച്ചിട്ട് പറയുമോ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ അമ്മ ഡെസ്പ് ആവാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ബിക്കോസ് നമ്മളൊക്കെ എത്ര പേരുടെ ഇത് കാണുന്നു പ്ലാറ്റ്ഫോമിൽ തന്നെ ഓരോ അത് ഞാനത് അങ്ങനെ നോക്കാറില്ല. ഇപ്പൊ ഡിവോഴ്സ് ആയി എന്നുള്ളത് ഞാൻ തന്നെ ഒന്ന് എന്താ പറയാ, എന്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചു, കല്ലു ഇങ്ങനെ സായിച്ചനും എന്റെ ഫ്രണ്ട്സും സായിച്ചനും ബിന്ദമ്മാന്നാ വിളിക്കുക, സായിച്ചനും ബിന്ദമ്മയും ഡിവോഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞു. ഞാന് ഡിവോഴ്സ് ഞാൻ അറിഞ്ഞു. അപ്പത്തേക്ക് കുറച്ച് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറയും, എടി
നമ്മുടെ സാക്ഷ്യം നമ്മൾ ഡിവോഴ്സ് ആയി പറഞ്ഞല്ലോ, നീ പോയി പറയാന്നൊക്കെ. ഞാൻ പോയി പറഞ്ഞപ്പോഴത്തേക്ക് ഒരേ TV കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഗൈസ് നിങ്ങള് ഡിവോഴ്സ് ആയി പെട്ടെന്ന് മാറിയെന്നൊക്കെ. ഓക്കെ, അതങ്ങനെയായിരുന്നു ആ കഥ. അവരുടെ സൈഡ് കേട്ടു, ഈ സൈഡ് കേൾക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ. അതുപോലെ വേറെ എന്തൊക്കെയായിരുന്നു ഇതുപോലെ കേട്ടിട്ടുള്ളത്? ബിന്ദു പണിക്കരുടെ മകൾ വിവാഹിതയാവാൻ പോകുന്നു, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. അതും ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ ചേട്ടന്റെ മോനാ. ഞങ്ങള് രണ്ടുപേരും വിഷുവിനൊരു ഫോട്ടോഷൂട്ട് ചെയ്തു. അവൻ എന്നെക്കാളും കുറച്ച് ഹൈറ്റ് ഉണ്ട്, എന്റെ യങ് ബ്രദർ ആണ്. ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും എന്താ ഭാവി വരനും ഒപ്പം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ദൈവമേ, നമ്മള് കല്യാണം അങ്ങനെയൊക്കെ. വേറെന്നോ അത് എനിക്ക് ആക്ച്വലി പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ UK പോയപ്പോ 4.5 കോടി മുടക്കി ബിന്ദു പണിക്കരുടെയും 4.5 കോടിക്ക് ഇത് കോസാന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാനും കണ്ടു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇനി 4 അല്ല 10 എന്ന് പറഞ്ഞു കമന്റ് കുറഞ്ഞു പോയിന്ന്. എനിക്ക് അറിയില്ല ഏത് കോഴ്സാണെന്ന് ആലോചിക്കും. 4.5 കോടി മുടക്കി കോഴ്സ് പഠിക്കാൻ. അവിടെ മനുഷ്യനെ ജീവിച്ചു, അവിടെ വേറെ പണി ചെയ്യുന്ന മനുഷ്യനവിടെ ജീവിച്ചോണ്ടിരിക്കണേ സൈഡായിട്ട്. ക്രേസിയാണ് അങ്ങനെ ഓരോ കാര്യങ്ങള്. പക്ഷെ ഇപ്പൊ അതൊക്കെ ശീലായി. ഇപ്പൊ ഓർക്കുമ്പോ ചിരി വരണ്ടല്ലേ. UK പോയാലും വെറുതെ വിടില്ലല്ലോ ഒന്ന്. 4.5 കോടി ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഏതായിരിക്കും അങ്ങനെ കോഴ്സ് ഒക്കെ ഉണ്ടോ ഇത്രയും കോടിയൊക്കെ. ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു സ്റ്റാർ കിഡ് ആണെങ്കിൽ പോലും അതിന് ഭയങ്കര ഒരു വാല്യൂ കൊടുത്തിട്ടോ. ഇപ്പൊ ചില ആളുകൾ നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കല്യാണിയുടെ ഇതിൽ തന്നെ നിന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു പോകുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ? സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ അമ്മയുടെ അച്ഛനെയും പോലെ അല്ല, എനിക്ക് എന്റേതായ ഒരു ഇത് വേണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തൊക്കെ ഡാൻസ് ചെയ്തു ഇതെന്ന് പറഞ്ഞാലും എനിക്ക് ഇഷ്ടവും സായികുമാറിന്റെ ബിന്ദു പണിക്കരുടെ മകൾ എന്ന് കേൾക്കാൻ തന്നെയാണ്. എനിക്ക് അതിലൊരു ഇതുമില്ല. പിന്നെ അതിന്റെ കൂടെ ഡാൻസും ഇതും വന്നു, ഹാപ്പി. അങ്ങനെ അവർക്കും ഇതാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ലൈക്ക് എന്താ പറയാ, ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ എന്തോ നിക്കാൻ തോന്നുന്നു, എന്നെ അവര് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയാൻ കണ്ട. അപ്പൊ ഒരു പെൺകുട്ടി വന്നിട്ട് അച്ഛനും അമ്മയും അവിടെ കോഫി കുടിച്ചിരിക്കും. ഞാൻ കുറച്ചും കൂടി മാറി വന്നിട്ട് കല്യാണിയുടെ അച്ഛനും അമ്മയല്ലേന്ന്. അവരെന്നിങ്ങനെ നോക്കി, അതെ മോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് ചോദിക്കാറുണ്ടാക്കില്ലേ, കുറച്ച് ഇപ്പോഴത്തെ എക്സ്പ്രഷൻ ആലോചിച്ചോണ്ടിരിക്കണേ. അതെ അവിടെ ഉണ്ട്. ബിന്ദു പണിക്കരുടെ ഭർത്താവ് മരിക്കുമ്പോൾ കല്യാണിക്ക് 6 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആദ്യ ഭർത്താവ് ഫിക്സ് വന്ന് മരിച്ചതാണെന്ന് ബിന്ദു പണിക്കർ പറയുന്നു. സഞ്ചയനം കഴിഞ്ഞ ഉടനെ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് മുന്നോട്ടു പോകാൻ അഭിനയിക്കുകയല്ലാതെ എനിക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും നല്ല സഹായങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് സായികുമാർ ജീവിതത്തിലേക്ക് വരുന്നത്. ഭർത്താവ് എന്നതിലുപരി നല്ലൊരു സുഹൃത്താണ് എനിക്ക് സായിയേട്ടൻ. എന്തും തുറന്ന് സംസാരിക്കാം, പങ്കുവയ്ക്കാം. ഞങ്ങൾക്കിടയിലെ ആ സൗഹൃദമാണ് എന്നും ഞങ്ങളുടെ സന്തോഷം എന്നാണ് മുൻപ് സായികുമാറിനെ കുറിച്ച് ബിന്ദു പണിക്കർ പറഞ്ഞത്. റീൽസിലൂടെയും ഡാൻസ് വീഡിയോകളിലൂടെയും ഫേമസ് ആണ് കല്യാണി. താരപുത്രിയായതുകൊണ്ട് മാത്രമല്ല, കലാപരമായ കഴിവുകളിലൂടെയും ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച കല്യാണിയും ഇപ്പോൾ മലയാളികളുടെ പ്രിയ താരമാണ്. മോഹൻലാലിന്റെ മകളായി അഭിനയിച്ചുകൊണ്ട് സിനിമയിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് കല്യാണി. പഠനം കഴിഞ്ഞ ശേഷമാണ് കല്യാണി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. കുക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കല്യാണി തിരഞ്ഞെടുത്ത വിഷയവും അതുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് ക്യുസിൻ ഷെഫ് ആകാനുള്ള ഡിപ്ലോമ കോഴ്സ് പഠിക്കാനാണ് കല്യാണി ലണ്ടനിൽ പോയിരുന്നത്. 1998 ബിജു ബി നായരുമായി ബിന്ദു പണിക്കർ വിവാഹിതയായത്. 2003 ബിജു ബി നായർ മരിച്ചു. ആദ്യ ഭർത്താവിന്റെ മരണശേഷം 2009 ബിന്ദു നടൻ സായികുമാറുമായി ജീവിതം പങ്കിടാൻ തീരുമാനിക്കുന്നത്. ആദ്യ വിവാഹത്തിലെ മകളാണ് കല്യാണിയെങ്കിലും അച്ഛനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മകൾ കൂടിയാണ് കല്യാണി. സായി അച്ഛൻ എന്നാണ് വിളിക്കുന്നത്. എന്തിനും ഏതിനും അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് കല്യാണി പറയുന്നത്. അച്ഛൻ ഇച്ചിരി ഗൗരവക്കാരനാണ്, വലുതായിട്ടൊന്നും സംസാരിക്കാറില്ല. എന്നാൽ പോലും അമ്മയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്നത് അച്ഛനാണ്. അച്ഛനെയാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് കല്യാണി പറയുന്നു.